എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പൂതനാമോക്ഷം കഥ കേൾക്കാം. ഉണ്ണികൃഷ്ണനെ കൊല്ലുവാനായിട്ട് അമ്മാവനായ കംസൻ പൂതന എന്ന രാക്ഷസിയെ അയക്കുന്നു. അവർ സുന്ദരിയായ ഒരു സ്ത്രീയായി വേഷം മാറി ഗ്രാമങ്ങൾ തോറും പോയി. അവൾ തൻ്റെ മുലകളിൽ വിഷം പുരട്ടി അനേകം കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്ത് അവരെയൊക്കെ കൊന്നൊടുക്കുന്നു. അവസാനം അവർ അമ്പാടിയിലെത്തി വസുദേവരുടെ വീട്ടിലെത്തി. ഉണ്ണികൃഷ്ണൻ തൊട്ടിലിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു, അല്ല ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു. അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടതും ഗോപികമാർ വിചാരിച്ചു നന്ദഗോപരുടെ സ്വന്തത്തിൽപ്പെട്ടവർ ആരെങ്കിലും കുട്ടിയെ കാണാൻ വന്നതായിരിക്കുമെന്ന്. ആ സമയത്ത് യശോദാമ്മയും രോഹിണിയമ്മയും ഉണ്ണിക്കണ്ണൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ഉറക്കം നടിച്ചു കിടന്നിരുന്ന ഉണ്ണിക്കണ്ണനെ പൂതന വളരെ വാത്സല്യത്തോടുകൂടി എടുത്ത് തൻ്റെ മടിയിൽ കിടത്തി. വിഷം പുരട്ടിയ മുലകൾ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ വെച്ചു കൊടുത്തു. കണ്ണനാകട്ടെ പാൽ വലിച്ചു കുടിക്കാൻ തുടങ്ങി. പാൽ വലിച്ചു കുടിക്കുന്നതിനോടൊപ്പം തൻ്റെ ജീവനെടുക്കാൻ വന്ന അവളുടെ ജീവനും വലിച്ചെടുക്കാൻ തുടങ്ങി. പൂതന മതി മതി എന്ന് പറഞ്ഞ് മുല വായിൽ നിന്ന് എടുക്കുവാൻ ശ്രമിച്ചു. കണ്ണനുണ്ട വിടുന്നു. അവസാനം വേദന സഹിക്കാൻ വയ്യാതെ അവൾ ഉച്ചത്തിൽ അലറി വിളിച്ചു. അവരുടെ യഥാർത്ഥ രൂപം പുറത്തു വന്നു. അതായത് അവൾ രാക്ഷസി ആയി മാറി. അലറ ശബ്ദം കേട്ട് ഗോപികമാരും യശോദാമ്മയും രോഹിണിയമ്മയും ഓടി വന്ന് നോക്കിയപ്പോൾ മല പോലെ മരിച്ചു കിടക്കുന്ന രാക്ഷസിയുടെ നെഞ്ചിൽ ഇരുന്ന് കളിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് കണ്ടത്. പൂതന മരിച്ചു വീഴുമ്പോൾ വലിയ വൃക്ഷങ്ങൾ കടപുഴകി വീണു. അന്തരീക്ഷം ആകെ പ്രകമ്പനം കൊണ്ടു. അത്ര വലിയ ശരീരമായിരുന്നു പൂതനയുടേത്. യശോദാമ്മ ഓടി വന്ന് ഉണ്ണിക്കണ്ണനെ എടുത്ത് കുളിപ്പിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഉഴിഞ്ഞിട്ടു. ആപത്തുകൾ ഒന്നും വരരുതേ എന്ന് സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. വിവരമറിഞ്ഞ് വസുദേവർ വീട്ടിലെത്തി. പൂതനയുടെ ശരീരം പല ഭാഗങ്ങളായി മുറിച്ച് വിജനമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദഹിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഉയർന്ന പുക നല്ല സുഗന്ധമുള്ളതായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന് മുലപ്പാൽ കൊടുത്തത് വഴി പൂതന അമ്മയുടെ സ്ഥാനത്ത് ആണ് ഉള്ളത്. അങ്ങനെ തന്നെ കൊല്ലാൻ വന്ന പൂതനയ്ക്ക് ഭഗവാൻ മോക്ഷം നൽകി. ഭഗവാൻ പൂതനയ്ക്ക് തൻ്റെ അമ്മയുടെ സ്ഥാനം കൊടുത്തതുകൊണ്ടാണ് പൂതനാവധം എന്ന് പറയാതെ പൂതനാമോക്ഷം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. ഈ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ. സർവം കൃഷ്ണമയം.